ഡാനി ഇപ്പോൾ കൂടി ചേരുന്നുണ്ട്. ഡാനി, രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച ഉണ്ടായെന്ന് ബിന്ദുവിൻ്റെ കുടുംബം ആവർത്തിക്കുന്നുണ്ട്. ഉത്തരവാദിത്തപ്പെട്ടവരുടെ വീഴ്ചയാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. ആരോഗ്യമന്ത്രിയോ മറ്റ് സർക്കാരിൻ്റെ പ്രതിനിധികളോ ഇവർ ഈ കുടുംബത്തെ വിളിച്ചൊരു ആശ്വാസ വാക്കുപോലും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ബിന്ദുവിൻ്റെ സംസ്കാര ചടങ്ങിൽ സർക്കാരിൻ്റെ പ്രതിനിധികളായി, അതായത് സർക്കാരിൻ്റെ പ്രതിനിധിയായി ആകെ പങ്കെടുത്തതെന്ന് പറയുന്നത് ജില്ലാ കളക്ടർ മാത്രമാണ്. മറ്റ് ജനപ്രതിനിധികൾ ആരും പങ്കെടുത്തില്ല. എന്തായിരുന്നു ആ സംസ്കാര ചടങ്ങിൽ ഈ സർക്കാരിൻ്റെ പ്രതിനിധികൾ ആരും പങ്കെടുക്കാത്തതിൻ്റെ കാരണം എന്തായിരിക്കാം? പ്രതിഷേധം ഭയന്നിട്ടായിരിക്കുമോ? ടോം, ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക വിശദീകരണം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും പ്രതിഷേധത്തിന്റെ എല്ലാവിധ സാഹചര്യങ്ങളും നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു. കാരണം ഇങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയാമായിരുന്നുവെന്ന് പൊതുവിൽ വിശ്വസിക്കപ്പെടുന്ന ഒരു സംഭവവും സാഹചര്യവുമാണ് ഉണ്ടായിരുന്നത്. കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നെങ്കിൽ ബിന്ദുവിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെന്നാണ് ഭർത്താവ് അടക്കമുള്ളവർ പറയുന്നത്. പക്ഷെ അത്തരം സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ട് പൊതുവിലൊരു രോഷം അവിടെയുണ്ട്. എങ്കിലും അത് ഇന്ന് പുറമെ അതൊന്നും പ്രകടമായിരുന്നില്ല. പക്ഷേ സർക്കാർ പ്രതിനിധികൾ ആരെങ്കിലും ഒരു അവിടേക്ക് കളക്ടറിനപ്പുറം മറ്റാരെങ്കിലും എത്തുമോ എന്ന് എല്ലാവരും തന്നെ അന്വേഷിച്ചിരുന്നു. പക്ഷെ അതുണ്ടായില്ല. ജില്ലാ കളക്ടർ ആണ് എത്തിയത്. ഒപ്പം തന്നെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ കുടുംബത്തിന്റെ ഒരു സങ്കടം എന്ന് പറയുന്നത്, ഇന്നലെ അവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വന്നിരുന്നു. അപ്പോൾ ഈ ഒരു ദുരന്തം നടന്ന് അത്തരം കാര്യങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ ആരും തന്നെ ഒരു കാര്യവും അന്വേഷിച്ചിരുന്നില്ല. തങ്ങളെ വിളിച്ച ഒരു വാക്ക് പറയുവാനോ കാര്യങ്ങൾ അന്വേഷിക്കുവാനോ ഒന്നും ചെയ്തിരുന്നില്ല എന്നുള്ള കാര്യമാണ് അവർ പങ്കുവയ്ക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സങ്കടം തങ്ങളിൽ എല്ലാവരിലും ഉണ്ട് എന്നവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. സർക്കാരിൽ നിന്ന് എന്ത് ലഭിക്കും എന്നുള്ള രീതിയിലോ അത്തരം പ്രതീക്ഷകളിലോ ഒന്നുമല്ല അവർ നിലനിൽക്കുന്നത്. അവർ പറയുന്നത് സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് ചെയ്യട്ടെ, ഞങ്ങൾ അതിന്റെ പിറകെ പോകുന്നില്ല. തങ്ങൾക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ നഷ്ടം തങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് എങ്ങനെയാണ് ഇനി പുറത്തു വരിക എന്നതെല്ലാമാണ് ആലോചിക്കുന്നത് എന്നതാണ് ഭർത്താവ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് 100% ശരിയാണ്. കാരണം ആ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാലം അത്രയും അവർ വിയർപ്പൊഴുക്കിയത്. ഭർത്താവിന് അസുഖമാണ്. അത് വലിയ ഭാരപ്പെട്ട ജോലികൾക്കൊന്നും പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ ആ ഭാരം കൂടി പൂർണ്ണമായും ഈ സാധുസ്ത്രീ ചുമലിലേറ്റുകയായിരുന്നു. അവർ ഒരു തുണിക്കടയിൽ ജോലിക്ക് പോകുന്നു. അങ്ങനെ മിച്ചം വെക്കുന്ന പണം അതോടൊപ്പം തന്നെ കടം വാങ്ങിയും എല്ലാം തന്നെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. മക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം അവർ നൽകിയെന്നതാണ് വലിയ ഒരു കാര്യമായിട്ട് തന്നെ നമ്മൾ പറയേണ്ടത്. കാരണം തീർത്തും പ്രതികൂലമായ ഒരു സാഹചര്യമാണ് ജീവിത സാഹചര്യങ്ങൾ. പക്ഷെ അതിനിടയിലും മക്കൾക്ക് അവരാഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് പോകാനായിട്ട് അവർ സ്വയം സമർപ്പിക്കുക തന്നെയായിരുന്നു. മകൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ജോലിക്ക് കയറി അവന്റെ ആദ്യ ശമ്പളം അമ്മയെ ഏൽപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നവനീത. അതോടൊപ്പം മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അവർ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. മകളുടെ ചികിത്സ അത് തുടങ്ങിയിട്ടില്ല. മകൾക്ക് കൂട്ടിരിക്കാൻ വേണ്ടി പോയ അമ്മയാണ് ഇപ്പോൾ ചേതനയേറ്റ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമായത്. ജനപ്രതിനിധികൾ അടക്കം, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ UDFന്റെ ജനപ്രതിനിധികളടക്കം ഉള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു. എല്ലാവരും ഒരേ ശബ്ദത്തിൽ ആവശ്യപ്പെടുന്നത് കുട്ടികൾക്ക് അവർക്ക് സഹായം നൽകണം, മകൾക്ക് ജോലി നൽകണം. അതോടൊപ്പം തന്നെയാണ് അവരുടെ ചികിത്സ അത് പൂർണ്ണമായും അത് സർക്കാർ ഏറ്റെടുക്കണം. അല്ല എങ്കിൽ അത് പ്രതിപക്ഷം ഏറ്റെടുത്ത് ചെയ്യുമെന്നും ഇന്ന് പറയുകയുണ്ടായിരുന്നു. എന്തായാലും പ്രതിഷേധം വരും ദിവസങ്ങളിലും, ശ്രീത്ത് സൂചിപ്പിച്ചതുപോലെ വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം കത്തിപ്പടരാൻ തന്നെയാണ് വലിയ സാധ്യത. ടോം. ശ്രീത്തിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീത്ത്, ഡാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ പ്രതിഷേധം വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ലയിലുള്ള CPM നേതാക്കൾ പോലും, ഇടതുപക്ഷ നേതാക്കൾ പോലും മന്ത്രിയെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. വീണ ജോർജ് ഒറ്റപ്പെടുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? അതോ അവരെ സംരക്ഷിച്ച് അല്ലെങ്കിൽ അവർക്ക് പിന്തുണയുമായി പാർട്ടിയിലെ ചില നേതാക്കൾ, മന്ത്രി R ബിന്ദുവിനെ പോലുള്ളവർ അവർക്ക് പിന്തുണയുമായി രംഗത്തെത്തുന്നുണ്ട്. പക്ഷേ ഇതുപോലെ തുടർച്ചയായി ഈ സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രതിരോധത്തിലായത് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള തുടർച്ചയായിട്ടുള്ള വീഴ്ചകളാണ്. ഡോക്ടർ ഹാരിസ് തിരുവനന്തപുരത്തു നിന്നും ഉയർത്തിയ വിഷയം, അത് പിന്നീട് അല്പസമയം മുമ്പ് നമ്മൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഒരു കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയിലും ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ചയാണ്
തുറന്നു കാട്ടേണ്ടി വന്നത്. അങ്ങനെയെങ്കിൽ ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കേണ്ടതല്ലേ? ടോം, തീർച്ചയായും. അതായത് പാർട്ടിക്കുള്ളിൽ ഒരു മുറുമുറുപ്പുണ്ട് വീണയ്ക്കെതിരെ. അത് നേരത്തെ തന്നെ പത്തനംതിട്ടയിലെ പാർട്ടിയിൽ ഉണ്ടായിരുന്നതുമാണ്. അത് വീണ ജോർജ് പെട്ടെന്ന് മാധ്യമപ്രവർത്തന രംഗത്തു നിന്നൊക്കെ എത്തുകയും സീറ്റ് നേടിക്കൊണ്ട് മത്സരിക്കുകയും പിന്നീട് മന്ത്രിയാകുകയൊക്കെ ചെയ്യുന്നു. സംസ്ഥാന സമിതിയിൽ എത്തുന്നതിനെതിരെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ പത്മകുമാർ മുൻ MLA കൂടിയായ ആറന്മുളയിലെ പത്മകുമാർ അടക്കമുള്ളവരുടെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളും ചില പ്രതികരണങ്ങളും ഒക്കെ അന്ന് ഉയർന്നു വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് രാഷ്ട്രീയ ആയുധം കൂടിയാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ആ മേഖലയിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ സർക്കാരിനെ തന്നെ ആകെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിസന്ധിയായി മാറുന്നു. തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്കാണ് കടക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റായിരുന്നു. അത് ഇടതുമുന്നണിക്ക് കൈവിടുന്ന സാഹചര്യമുണ്ട്. ഫലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് തന്നെ അധിക കാലമില്ല എന്നിരിക്കെ ഈ തലവേദന ഉണ്ടാകുന്നത് അത് എത്രത്തോളം സഹിക്കാൻ സർക്കാരിന് കഴിയും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ അതിശക്തമായ കുറച്ചു കാലങ്ങൾക്ക് ശേഷം വീണ്ടും ശക്തമായി ഈ സമരരംഗത്ത് നിലനിൽക്കുന്നു. സർക്കാരിനൊപ്പം നിൽക്കുന്നവർ, സർക്കാരിനെ പിന്തുണയ്ക്കുന്നവർ തന്നെ ഹാരിസ് ചിറക്കലിനെ പോലുള്ള ഡോക്ടർമാരുടെ പ്രതികരണങ്ങൾ പോലും സർക്കാരിനെ വലിയ രീതിയിൽ വെട്ടിലാക്കുന്നു. അങ്ങനെ ചെയ്യുന്നതെല്ലാം പിഴയ്ക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് അല്പസമയം ഇവിടെ ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചപ്പോൾ അവർ പ്രസംഗിച്ച ഒരു കാര്യം, വീണ ജോർജ് മേലനങ്ങിയ ഒരു മുദ്രാവാക്യം പോലും വിളിച്ചിട്ടില്ലാത്ത നേതാവാണ് എന്നുള്ളതാണ്. അതായത് CPM-നുള്ളിലെ ഒരു അസ്വസ്ഥത മുതലെടുക്കാൻ അത് പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്. ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഇതൊരു അപകടമുണ്ടാകുന്നു, അതിൽ ഒരുപക്ഷെ രക്ഷാപ്രവർത്തനം നടത്തുക, അതിൽ പരമാവധി ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ആരോഗ്യമന്ത്രി തന്നെ ഇവിടെത്തി നടത്തിയ പ്രസ്താവന അത് സർക്കാരിനെ ആകെ ഫലത്തിൽ ഈ പ്രശ്നത്തിൽ വെട്ടിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഉദ്യോഗസ്ഥർ കേട്ട് പറഞ്ഞാലും ഒരു കെട്ടിടം ഇടിഞ്ഞ് കിടക്കുമ്പോൾ ഒരു സാമാന്യ യുക്തിക്കനുസരിച്ച് അതിൽ നിന്ന് പൂർണ്ണമായും ആളുകളെ മാറ്റാതെ അങ്ങനെ ഒരു പ്രഖ്യാപനം ഫലത്തിൽ നടത്തിയതാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ആയുധമാക്കുന്നത് എന്നുള്ളതാണ് ഇന്നും ഇന്നലെയും ഒക്കെ കണ്ടത്. ഈ നിമിഷങ്ങൾക്ക് അകം അവിടെ എത്തിയ ചാണ്ടിയൂമൻ MLA പോലുള്ളവർ ഇതെന്തുകൊണ്ടാണ് ക്ലിയർ ചെയ്യാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് പോലും ഉദ്യോഗസ്ഥർ ഒരല്പം രോഷത്തോടെ 10 മിനിറ്റിനുള്ളിൽ ചെയ്യുമെന്ന ഒരു രോഷപ്രകടനത്തോടെ സംസാരിക്കുന്നതൊക്കെയാണ് ഇന്നലെ ഫലത്തിൽ കണ്ടത്. അതായത് പലതരത്തിൽ ഇത്തരം അതായത് ഇന്നലെ ചെയ്തതെല്ലാം പിഴയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഏറ്റവും ഒടുവിലുണ്ടായത്. ഈ ഒരു ആരും പെട്ടിട്ടില്ല എന്നുള്ള ആത്മവിശ്വാസത്തിൽ പുതിയ കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാധ്യമങ്ങളെ കാണാനും ഒക്കെയാണ് മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ ഫലത്തിൽ ശ്രമിച്ചത് എന്നുള്ളതാണ് ഇന്നലെ കണ്ടത്. പക്ഷെ അതിനുശേഷം അതായത് പുതിയ സൗകര്യങ്ങളെല്ലാമുള്ള കെട്ടിടം ഉണ്ടാകുന്നു, അവിടേക്ക് ഒറ്റ രാത്രി കൊണ്ട് തന്നെ എല്ലാം ഷിഫ്റ്റ് ചെയ്യാനും കഴിയുന്നു. എന്തുകൊണ്ട് നേരത്തെ ചെയ്തില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ. അതായത് ചെയ്യുന്നതെല്ലാം ഫലത്തിൽ പിഴച്ചു പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. സമരങ്ങൾ എന്തായാലും തുടർച്ചയായി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ സമരങ്ങളെ സർക്കാർ എങ്ങനെ നേരിടും? ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ വിദേശത്തേക്ക് ചികിത്സയ്ക്കായി പോവുകയാണ്. തൽക്കാലം ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്കൊന്നും പോകില്ല. മാത്രമല്ല അങ്ങനെ ഒരു പ്രതിഷേധത്തെ തുടർന്ന് രാജിവെക്കാനുള്ള സാധ്യതകൾ ഈ സർക്കാരിന്റെ CPM-ന്റെ മുഖ്യമന്ത്രിയുടെയൊക്കെ ഒരു രീതി അനുസരിച്ച് ഉണ്ടാകുമോ എന്ന സംശയവും അവിടെ പ്രധാനപ്പെട്ടതായി ബാക്കി നിൽക്കുകയാണ്. എന്തായാലും അതിശക്തമായ സമരം സർക്കാരിനെതിരെ ഉയർന്നുവരും. അത് തുടർ സമരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കോൺഗ്രസിന്റെ സമരങ്ങൾ ഉണ്ടാകും, പലതരത്തിലുള്ള സമരങ്ങൾ ഉണ്ടാകും, കരിങ്കൊടി സമരങ്ങൾ ഉണ്ടാകും. BJP 7-ാം തീയതി വീണ്ടും ഇവിടേക്ക് മാർച്ച് നടത്തുന്നു, സംസ്ഥാന അധ്യക്ഷൻ തന്നെ പങ്കെടുക്കുന്നു. അങ്ങനെ ഈ വിഷയം, ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ശക്തമായി ഉയർത്തിക്കാട്ടാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കും സർക്കാർ നേരിടുക? വീണയ്ക്ക് ഒരു കവചം തീർക്കാൻ മറ്റുള്ള മന്ത്രിമാരൊക്കെ തയ്യാറായി ശക്തമായ രംഗത്ത് വരുമോ എന്നുള്ളത് തീർച്ചയായും കാണേണ്ടി വരും. ഒന്നാമത് തുടർച്ചയായി ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളാണ് ഈ ഒരു വിഷയം. മാത്രമല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അടക്കമുള്ളവ എല്ലാം ശരിയാണ്, എല്ലാം നന്നായി പോകുന്നുണ്ട് എന്ന് സർക്കാർ പറയുമ്പോഴാണ് അതിനുള്ളിലെ ഒരുപക്ഷെ CPM-ന് കൂടി ഏറ്റവും വിശ്വസ്തനായ ഒരു ഡോക്ടർ തന്നെ വന്ന് എല്ലാം അങ്ങനെയല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ദുരന്തമുണ്ടായി എന്ന് മാത്രമല്ല, മണിക്കൂറുകൾ കാത്തിരുന്ന് രക്ഷാപ്രവർത്തനം അടക്കം ഇങ്ങനെയൊക്കെ വൈകുകയും അതിന് പല കാരണങ്ങളുമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അവിടെയുണ്ട്. പക്ഷേ മണ്ണ്
സൂപ്രണ്ട് മാറ്റാൻ ഈ പ്രഖ്യാപനം നടത്തിയതാണ് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ നടത്തിയ പ്രഖ്യാപനമാണ് ഫലത്തിൽ സർക്കാരിനെ വീട്ടിലാക്കിയത് എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഒരു ആയുധമാക്കി പ്രതിപക്ഷത്തിന് കൊടുത്തത് ഫലത്തിൽ മന്ത്രി കൂടിയാണ് എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നമായി അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇതിനെ എങ്ങനെ നേരിടും? പ്രതിപക്ഷ പാർട്ടികൾ എന്തായാലും സമരത്തിലുണ്ടാവും. സർക്കാർ ഇനി എങ്ങനെ നേരിടും? കേവലം സൂപ്രണ്ടിനെതിരെ മാത്രം ഒരു നടപടിയിലേക്കൊക്കെ ചുരുക്കുമോ എന്നൊക്കെയുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ടോം. യെസ്, വ്യക്തമാണ്. ഒന്നാം പിണറായി സർക്കാരിൽ ആരോഗ്യവകുപ്പാണ് ഒന്നാം പിണറായി സർക്കാരിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു പ്രതിച്ഛായ വർദ്ധിപ്പിച്ചതെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിലേക്ക് വരുമ്പോൾ ആരോഗ്യവകുപ്പും ഈ ആരോഗ്യമന്ത്രിയും സർക്കാരിന് തന്നെ നാണക്കേടാകുന്നു. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ തുടർച്ചയായി വീഴ്ചകൾ വരുത്തുന്നു. ഒരുപക്ഷേ പാർട്ടിക്കുള്ളിൽ തന്നെ മന്ത്രി വീണ ജോർജ് ഒറ്റപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത.